എൻ്റെ പേര് തിരുച്ചിറ്റമ്പലം. ആണുങ്ങൾക്ക് ലഹരിയോടൊക്കെ ഒരു താല്പര്യം ഉണ്ടാവും. പക്ഷേ അവൻ ഒരേ ഒരു ലഹരിയേ ഉള്ളൂ, അത് മോള. ഇതിനേക്കാളും ഒക്കെ അപ്പുറം അവന്റെ ഗുണം എന്താണെന്നറിയോ? അവന്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒന്നും മോളെ അടിച്ചേൽപ്പിക്കാൻ നോക്കിയിട്ടില്ല അവൻ. മോളോടുള്ള ഇഷ്ടം പോലും അവൻ മോളോട് പ്രകടമായി കാണിച്ചിട്ടില്ല. ആശുപത്രിയിൽ എന്നോട് പറഞ്ഞതല്ലാതെ നിന്നെ അവന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ അവൻ പുറകെ നടന്ന് പ്രേരിപ്പിച്ചിട്ടില്ല. എന്നെങ്കിലും മോൾ അവനെ ഇഷ്ടപ്പെടാൻ തയ്യാറായാൽ ആ ഇഷ്ടം അവനെ അറിയിക്കുമ്പോ മാത്രം മോളുടെ സ്നേഹം കിട്ടിയാൽ മതിയെന്ന അവന്റെ അഭിപ്രായം. ആ സ്നേഹം പ്രകടമാക്കണോ വേണ്ടയോന്ന് ഇനി എന്റെ മൂക്ക് തീരുമാനിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോ നീ എന്റെ മകളും അർജുൻ എന്റെ മരുമകനുമായിട്ടാ ഞാൻ സങ്കല്പിക്കുന്നത്. എന്റെ മോള് കൈ കിട്ടിയൊരു നിധിയെ വിട്ടുകളയാതിരിക്കാൻ വേണ്ടിയാ ദേവിയുടെ മുന്നിൽ വെച്ച് ഞാനിതൊക്കെ പറഞ്ഞത്. ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞു. ഇനി എല്ലാം മോക്ക് തീരുമാനിക്കാം. ദേവി, എന്റെ മനസാക്ഷിയോടും അർജുൻ സാറിനോടും ഞാനൊരു വലിയ തെറ്റാ ചെയ്തതെന്ന് ഇതാ ഈ നിമിഷത്തിൽ തിരിച്ചറിയുകയാണ്. സ്നേഹം മനസ്സിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്നതുകൊണ്ട് എന്തർത്ഥമാണ്? എന്റെ ജീവിതത്തിൽ അർജുൻ സാർ എന്തുമാത്രം ആഴത്തിൽ നിറഞ്ഞു നിൽക്കുകയാണെന്ന് എനിക്കറിയാം. അർജുൻ സാർ അല്ലാതെ എനിക്കായൊരു ലോകമില്ല. രാത്രിയിലും പകലിലും, മഴയത്തും വെയിലത്തും, വീട്ടിലായാലും പുറത്തായാലും, ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴുമൊക്കെ അർജുൻ സാർ എന്ന ആ പേര് എൻ്റെ കൂടെയുണ്ട്. പക്ഷേ അതിൻ്റെ 1% പോലും ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ല. ഞാൻ വിഷമിക്കുമ്പോൾ ആശ്വാസത്തിന് വേണ്ടി എനിക്ക് സാറിനെ വേണം. പക്ഷെ സാറ് എന്നിൽ നിന്നും ആഗ്രഹിച്ച സ്നേഹം ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ അടച്ചിട്ട് കളഞ്ഞു. ചില കാര്യങ്ങൾ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണമെന്ന് പറയാറില്ലേ? അർജുനെ പോലൊരു ഭർത്താവിനെ കിട്ടാൻ ഭാഗ്യം തന്നെ ചെയ്യണം. ഇനിയും ഞാൻ എൻ്റെ സ്നേഹം അറിയിച്ചു തുടങ്ങിയില്ലെങ്കിൽ എന്റെ മനസാക്ഷി തന്നെ എന്നെ ശപിക്കും. ദേവിയുടെ മുന്നിൽ നിന്നാണ് അമ്മയൊക്കെ പറഞ്ഞത്. ദേവി തന്നെ പറയിപ്പിച്ചതാകും.
അന്ന് അമ്പലത്തിൽ ദേവിയുടെ മുന്നിൽ നിന്നാണല്ലോ അർജുൻ സാറ് എനിക്ക് വേണ്ടി കർപ്പൂരം കത്തിച്ച് കൈ പൊള്ളിച്ചത്. എന്റെ മനസ്സ് ചെറുതായിട്ടെങ്കിലും അർജുൻ സാറിനെ അറിയിച്ചു തുടങ്ങണം. അർജുൻ സാറിന്റെ സന്തോഷത്തിന് വേണ്ടിയല്ല, എന്റെ സന്തോഷത്തിന് വേണ്ടി. വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്ത ഒരു സ്നേഹം ജീവിതത്തിലേക്ക് വരും പോലെ, ജീവിതത്തിൽ പുതിയൊരു ഘട്ടം ആരംഭിക്കും പോലെ. ഹൃദയത്തിൻ നിറമായി പ്രണയത്തിൻ ബലമായി പനിനീർമലരായി നിറയൂ, നീർമണിയായി വന്നുതിരും അനുരാഗക്കുളിരേ, ഈ രാവിനൊരാലിംഗനമേകൂ. ആകാശം ചുരിയും നിറതാരങ്ങളുമായി ഓരോ വെൺമേഘം പോലെ നീ ഓർമ്മപ്പുഴ നീന്തി മാറിൽ കുളിരേന്തി നീ മൗനം പാടി. ഹൃദയത്തിൻ നിറമായി പ്രണയത്തിൻ അർജുനെ പോലൊരു ഭർത്താവിനെ കിട്ടാൻ ഭാഗ്യം തന്നെ ചെയ്യണം. നീർമണിയായി വന്നുതിരും അനുരാഗക്കുളിരേ, ഈ രാവിനൊരാലിംഗനമേകൂ. എന്താടാ എന്ത് പറ്റി? ആകെ ഒരു മാറ്റം പോലെ. എന്താടോ? ഇന്നലെ രാത്രി ആകെ മൂഡൌട്ടായി, ഡള്ളായി, നിരാശ ബാധിച്ച്, ടെൻഷൻ കേറി ആകെ മനപ്രയാസപ്പെട്ടിരിക്കുന്ന ഒരാളെ പോലെയായിരുന്നു താൻ. ഇന്നിപ്പോ അതിന് നേരെ വിപരീതം. ഉത്സാഹം, സന്തോഷം, ആവേശം. ഇന്നലെ രാത്രിയിലും ഇന്ന് വെളുപ്പംകാലത്തിനോടില് എന്ത് അത്ഭുത സംഭവിച്ച? അതെന്താണെന്ന് ചോദിച്ചാ അതൊരത്ഭുത. സംഭവം എന്താന്ന് പറയടോ? എന്റെ മനസ്സ് പൂർണ്ണമായും അർജുൻ സാറിലേക്ക് ചെന്നു കഴിഞ്ഞു എന്ന് ഞാൻ എങ്ങനെ പറയും? തനിക്ക് എന്ത് പറ്റിയടോ? ഇല്ല സർ, ഒന്നും പറ്റിയില്ല. എനിക്ക് ചിലപ്പോ എന്തെങ്കിലും പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പൊ അമ്മയെ കണ്ടപ്പോ ഒക്കെ ശരിയായി. അമ്മയെ കണ്ടപ്പോ ഒക്കെ ശരിയായെന്നോ? എന്ന് വെച്ചാ? അമ്മ താഴെ പൂജാമുറിയിൽ പൂജ ചെയ്യായിരുന്നു. ഞാൻ അങ്ങോട്ട് ചെന്നു. അമ്മേനോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴാ തലയിൽ പെട്ടെന്നൊരു വെളിച്ചം കയറിയത്. അമ്മ എന്താ പറഞ്ഞത്? അമ്മ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. താൻ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. വൈകാതെയൊക്കെ ഞാൻ സാറിന് മനസ്സിലാക്കി തരുന്നുണ്ട്. അയ്യേ സാറിനെ ഈ പാന്റിന്റെ കൂടെ ഈ ഷർട്ട് തീരെ ചേരുന്നില്ല. അതൊന്നും സാരമില്ല. അതുമല്ല, ഈ കാര്യങ്ങളില് ഞാൻ അത്ര ശ്രദ്ധിക്കാറൊന്നുമില്ല. സാർ ഈ ഷർട്ട് മാറ്റിക്കേ. മാറ്റ്. ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് സാറിന് തരാം. വെയിറ്റ്.
ഇതിടുമ്പോ സാറിനൊരു പ്രത്യേക ലുക്കാണ്. സാർ ഇതിട് പ്ലീസ്. സാർ അല്ല, എനിക്കെന്തു പറ്റിയെന്നാണല്ലോ സാറ് കുറച്ചു മുമ്പ് ചോദിച്ചത്. ഇപ്പൊ സാറിന് എന്തു പറ്റി? ആകെ അന്തം വിട്ട് നിൽക്കുന്നു. അല്ല, അന്തം വിടാതെ എന്ത് ചെയ്യും? ഓരോ പ്രാവശ്യവും എനിക്ക് വേണ്ടി ഓരോ ഷർട്ട് സെലക്ട് ചെയ്യുന്നു. ഞാൻ സ്വപ്നം കാണുവാണെന്നാ എന്റെ സംശയം. സർ, ഇതുവരെ നടന്നതായിരുന്നു സ്വപ്നം. പക്ഷേ ഇപ്പൊ ഈ നടക്കുന്നതാണ് യാഥാർത്ഥ്യം. എന്നുവെച്ചാ ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ, ഭക്ഷണം തയ്യാറാക്കണം. ഒരു മിനിറ്റ്. തനിക്ക് സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറയട്ടെ. അല്ലെങ്കിൽ വേണ്ട, അത് താൻ തന്നെ അങ്ങ് പറഞ്ഞാ മതി. ഞാൻ ഭക്ഷണം തയ്യാറാക്കാൻ പോട്ടെ. പൂജയിൽ നിന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നത് എന്താണോ അത് സംഭവിക്കാൻ പോകുന്നു. കൊള്ളാം, നല്ല മാച്ച്. ഈ ഷർട്ട് ഇട്ടപ്പോ ഒരു പ്രത്യേക സുഖം. നമുക്ക് വേണ്ടി മറ്റൊരാളെ ശ്രദ്ധ കാണിച്ചതിന്റെ സുഖമാ. എനിക്ക് ഉറപ്പുണ്ട് പൂജയുടെ ഇഷ്ടം പൂജ എത്രയും പെട്ടെന്ന് തന്നെ തുറന്നു പറയും. കൊള്ളാം, നല്ല ഷർട്ട്. ഇന്നലെ വരെ ഇതൊരു സാധാരണ ഷർട്ടായിരുന്നു. ഇന്നിപ്പോ ഇത് പൂജയുടെ ഇഷ്ടം കൂടി നിറഞ്ഞൊരു ഷർട്ടായി മാറി. അതിന്റെ ഒരു സുഖമുണ്ട്. ജീവനാണല്ലോ. ഹലോ ഹലോ, എന്താ നീ ഇന്നലെ വിളിച്ചിട്ടൊന്നും സംസാരിക്കാതിരുന്നേ? പിന്നെ വിളിച്ചപ്പോ സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്തു പറ്റി? ആരെങ്കിലും വന്നായിരുന്നോ? എന്താ ജീവൻ, ഒന്നും മനസ്സിലാകുന്നില്ല. രാത്രി 12 കഴിഞ്ഞപ്പോ നീ എന്നെ വിളിച്ചില്ലായിരുന്നോ? കോള് വന്നത് കൃത്യം 12:13. അപ്പൊ ജീവനെ ആര് വിളിച്ചു? സായി വിളിച്ചല്ലോ. സായുവിന്റെ ഫോണിൽ നിന്നല്ലേ കോള് വന്നത്? ഇല്ല, ഞാൻ വിളിച്ചിട്ടില്ല. സത്യമാണോ? അതെ, ഞാൻ വിളിച്ചിട്ടില്ല ജീവൻ. അപ്പോ സായു മറ്റാരോ ആ ഫോണിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. രാത്രി ഫോൺ വന്നപ്പോ ഞാൻ കരുതി സായു അത്യാവശ്യമായിട്ട് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വിളിക്കാണെന്ന്. ഞാൻ അങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്തു. എന്താ പറഞ്ഞത്? ഈശ്വര, പേടിയാവുന്ന ജീവൻ. ഞാൻ എന്ത് ചെയ്യും ജീവൻ? നേരാ, രാവിലെ നോക്കിയപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഞാൻ ആലോചിക്കുകയും ചെയ്തു എന്താ സംഭവിച്ചെന്ന്. പേടിയാവുന്ന ജീവൻ. സായു, ഞാൻ ടെൻഷനാവാൻ പറഞ്ഞതല്ല. ഞാൻ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. അങ്ങോട്ട് കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങിയപ്പോ പെട്ടെന്ന് കട്ടായി. ചിലപ്പോ തന്റെ കൈ കൊണ്ട് ഡയൽ ആയതായിരിക്കാം.
തന്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ അനു ചേച്ചി. ചേച്ചി എന്റെ മുറിയിലാ കിടന്നേ. പക്ഷെ ചേച്ചി ആയിരിക്കില്ല. പിന്നെ ആര് വരാനാ? ജീവൻ, ഞാൻ പിന്നീട് വിളിക്കാം. എനിക്കെന്തോ വല്ലാതെ തോന്നുന്നു. ഏയ് സായു, ഒന്നും പേടിക്കണ്ട. ഇതെങ്ങനെയോ അറിയാതെ പറ്റിയതാവും. ചിലപ്പോ ഓട്ടോ ഡയലിംഗ് വരുമല്ലോ. താൻ ഫോൺ നോക്ക്, ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഓക്കെ ജീവൻ, ഞാൻ ഏതെങ്കിലും സമയത്ത് വിളിക്കാം. ഓക്കെ സായു. ഈശ്വര, 8 മണിക്ക് ശേഷം കോള് പോയിട്ടില്ലല്ലോ. അപ്പൊ എന്താ സംഭവിച്ചേ? ആരാ ഇതിൽ നിന്ന് വിളിച്ചേ? അനുചേച്ചി ആയിരിക്കോ? ഗുഡ് മോർണിംഗ് സായ് മോളെ. ഗുഡ് മോർണിംഗ് ചേച്ചി. സായ്ക്കുട്ടി എന്താ ടെൻഷൻ അടിച്ച് നിൽക്കുന്നേ? എന്താ കാര്യം മോൾസ്? ഒന്നുമില്ല. അല്ല ചേച്ചി. എന്താ? അല്ല ചേച്ചി, ഈ ഫോണിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിരുന്നോ? ഇല്ല. എന്താ മോളെ? ഒന്നുമില്ല. എന്റെ ഒരു ഫ്രണ്ടിന് രാത്രി 12 മണി കഴിഞ്ഞ് കോള് പോയി. അപ്പൊ ഇന്നലെ രാത്രി ഞാൻ കണ്ടത് സ്വപ്നമല്ല. പൂജ മുറിയിൽ വന്നിരുന്നു. അവള് തന്നെയാ ഫോൺ നോക്കിയത്. അവക്കെന്തെങ്കിലും സംശയം തോന്നിയിരുന്നോ? എന്താണ് ചേച്ചി? എന്താ ആലോചിക്കുന്നേ? അല്ല, ഞാനും അത് ആലോചിക്കുന്ന. ഇന്നലെ രാത്രി ആരോ ഈ മുറിയിൽ വന്നതുപോലെ തോന്നി. പൂജയാണെന്ന് തോന്നുന്നു. ഞാൻ സ്വപ്നം കാണുന്നതെന്നാ വിചാരിച്ചേ. നല്ല ഉറക്കമായതുകൊണ്ട് ഒന്നും മനസ്സിലായില്ല. അപ്പൊ അവള് തന്നെയാ മുറിയിൽ വന്നത്. അവളെന്തിനാ മുറിയിൽ വന്നത്? അപ്പൊ അവളായിരിക്കും ഫോൺ എടുത്തത്. അവക്കെന്താ സായ്ക്കുട്ടിയിൽ എന്തെങ്കിലും സംശയമുണ്ടോ? പൂജിച്ച് തന്നെയാണോ വന്നത്? അതെ മോളെ, ഇപ്പൊ എനിക്കും വ്യക്തമാവുന്നു. മോക്കെന്തെങ്കിലും ടെൻഷനുണ്ടോ? ഒന്നുമില്ല ചേച്ചി. എനിക്ക് ചേച്ചിയോട് സംസാരിക്കുമ്പോ ഒരു ധൈര്യം കിട്ടുന്നു. ചേച്ചി മോളുടെ ചങ്കല്ലേ? അല്ല, മോള് ചേച്ചിയുടെ ചങ്ക. മനസ്സിൽ ഭയം വന്നു തുടങ്ങിയ ഇങ്ങനെയാ. ധൈര്യം കൊടുക്കുന്ന ആരോടും അങ്ങ് കമ്പനിയാവും. ഒന്നും പേടിക്കണ്ട മോളെ, എന്തിനും ചേച്ചി കൂടെ ഉണ്ട്. അമ്മേ, കാപ്പിക്ക് എന്താ ഉണ്ടാക്കുന്നേ? ദോശയും ചട്നി ആക്കാന്ന് വിചാരിച്ചു മോളെ. ആണോ? അമ്മേ, മെനു ഒന്ന് ചേഞ്ച് ചെയ്താലോ? അപ്പ ഉള്ളിക്കറി. അല്ല, മോക്ക് ദോശ ഇഷ്ടമാണല്ലോ. എനിക്കിഷ്ടാ, പക്ഷെ അജുവേട്ടന് ദോശ അത്രക്ക് ഇഷ്ടല്ലല്ലോ. അല്ല, അങ്ങനെ ഒരാളുടെ ഇഷ്ടം നോക്കി എല്ലാവരും താല്പര്യം മാറ്റി വെക്കാൻ പറ്റുമോ? അതൊന്നും പറ്റില്ല. 1 വർഷം പേർക്കും ദോശ മതിയെന്ന. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ അജുവേട്ടന് വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് ഉണ്ടാക്കിക്കോളാം. അതൊന്നും പറ്റില്ല അല്ലേ മാതിരി മോളെ? അതൊന്നും സമ്മതിക്കില്ല. അതെ, സമ്മതിക്കണ്ട. എന്റെ ഭർത്താവിന്റെ ഇഷ്ടം നോക്കി ഞാൻ എന്തും ചെയ്യും. എന്റെ ഭർത്താവിന്റെ ഇഷ്ടമാ എന്റെ ഇഷ്ടം, അതുപോലെ എന്റെ ഇഷ്ടമാ എന്റെ ഭർത്താവിന്റെ ഇഷ്ടം. അതെ, ഞാൻ ഇന്ന് അപ്പോഴേ ഉണ്ടാക്കുന്നുള്ളൂ. ചൊണയുള്ളൊരു തടയട്ടെ, നമുക്ക് കാണാം ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. ഇതൊക്കെ ഒന്ന് കേക്കാൻ വേണ്ടി എന്റെ പൊന്നു മോളെ ഞാൻ ഓരോന്ന് പറഞ്ഞത്. അതെനിക്ക് തോന്നി. മാതിരി മോളെ ഹാപ്പി ആയല്ലോ. മോന്റെ ഇഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്ന മരുമോള്. മരുമോളല്ല, മോള്. സന്തോഷിക്കാൻ ഇതിൽ കൂടുതലൊന്നും വേണ്ടല്ലോ. എന്റെ ഈ മോളുടെ ഇഷ്ടങ്ങള് കണ്ടറിഞ്ഞ് ചെയ്യുന്നവനാ എന്റെ മോൾ. അതാ എനിക്ക് കൂടുതൽ സന്തോഷം. അപ്പൊ അമ്മയും മോള് സന്തോഷിച്ചിരിക്കുമ്പോ ഞാൻ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിട്ട് വരാം.
അതെ ഇങ്ങോട്ട് നോക്കിയേ. രാവിലെ അമ്മ പറഞ്ഞോണ്ടാണോ അവന് വേണ്ടിട്ട് ഇങ്ങനെയൊക്കെ? അല്ലമ്മേ, ഒരിക്കലും അല്ല. അമ്മ രാവിലെ ദേവിയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോ എനിക്ക് ചില തിരിച്ചറിവുകൾ വന്നു. അത് സത്യ. പക്ഷേ ഇപ്പൊ ഞാൻ ഈ ചെയ്യുന്നതൊക്കെ മനസ്സറിഞ്ഞു തന്നെയാ, പൂർണ്ണ സന്തോഷത്തോടെ, സംശയങ്ങളൊന്നും ഇല്ലാതെ. അമ്മ, എനിക്ക് സന്തോഷായി മോളെ. ഞാൻ നേരത്തെ പറഞ്ഞതും അങ്ങേയറ്റ സത്യസന്ധമായിട്ടാ. അർജുനെ പോലൊരു ഭർത്താവിനെ കിട്ടുക അത്ര എളുപ്പമല്ല. എനിക്കറിയാം അമ്മ. ഞാൻ പൂർണ്ണ മനസ്സോടെയാ താലികെട്ടിന് ഒരുങ്ങുന്നത്. അനുകുട്ടി, എന്താ ആന്റി? അതെ, ഞാനൊരു കാര്യം ചോദിച്ചാ മോള് സത്യം പറയോ? എന്താ ആന്റി? ഞാൻ ആന്റിയോട് എന്തെങ്കിലും കള്ളം പറയുന്ന ആന്റിക്ക് തോന്നുന്നുണ്ടോ? അതില്ല. ഒന്നാമത് നമ്മൾ രണ്ടുപേരും സകല കള്ളങ്ങളും പഠിച്ചവരാ. രണ്ടുപേർക്കും ഒരേ റേഞ്ച് അല്ലേ? അല്ല മോളെ, സായുവായിട്ട് എന്താ കൂടുതലൊരു കൂട്ട്? അവളെ കണ്ണു കയറിയാ കണ്ടുകൂടാത്ത ആളായിരുന്നല്ലോ നീ. അതുമല്ല, അവൾ ആകെ ഒരു ടെൻഷനില്ല. അവൾക്ക് എന്താ പറ്റി? എന്റെ ആന്റി, അവൾക്കൊന്നും പറ്റിയില്ല. ഞാൻ അവളുമായിട്ട് കൂട്ടുകൂടിയതേ പൂജയുടെ രഹസ്യങ്ങൾ പിടിച്ചെടുക്കാനാ. ദേ, എന്നോട് നീ കള്ളം പറയരുത്. സത്യം ആന്റി. വേണ്ട വേണ്ട വേണ്ട, എന്റെ പൊന്നോ, എന്റെ തല തൊട്ട് കളിക്കണ്ട. അവൾക്ക് എന്തൊക്കെയോ ചില ചുറ്റിക്കളികളുണ്ട്, അതൊക്കെ പിടിച്ചെടുക്കണം. അതിനൊക്കെ കൂടി വേണ്ടിയ ആന്റി ഞാൻ അവളുമായിട്ട് കൂട്ടായത്. അത് നല്ലതാ. അവളുടെ പോക്കത്ര ശരിയല്ല. അവളുടെ സ്വഭാവം തിരിഞ്ഞു വരുന്നത് പൂജ കാരണമാണെന്ന് വരുത്തണം. അത് പോയിന്റ്. അർജുൻ സാറിന് ഭക്ഷണം വിളമ്പാൻ ഇന്ന് കൂടുതൽ സന്തോഷം. എന്തൊക്കെയോ പ്രത്യേകത പോലെ.